നമസ്കാരം. കെ സുരേന്ദ്രൻ അടുത്തിടെയായി വലിയ തമാശക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. കെ സുരേന്ദ്രൻ ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ കൊടകരയിലെ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് നമ്മൾ കേട്ടു. അതിനുശേഷം രണ്ടാമത് അദ്ദേഹം ഇ പി ജയരാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അതും നമ്മൾ കേട്ടു. മൂന്നാമത് ഇപ്പോൾ പറയുന്നത് ഏറ്റവും വലിയ തമാശയായിട്ട് ഒരു പക്ഷേ തോന്നിയേക്കും, ചേലക്കരയിലും അതോടൊപ്പം തന്നെ പാലക്കാടും ജയിക്കാൻ പോകുന്നത് BJP സ്ഥാനാർത്ഥികളായിരിക്കും അത്രേ. അതായത് ചേലക്കരയിൽ കെ ബാലകൃഷ്ണൻ വിജയിക്കുന്നു, അവിടെ പാലക്കാട് സി കൃഷ്ണകുമാർ വിജയിക്കുന്നു. ഉറപ്പായും വിജയിച്ചിരിക്കും, അതിന് യാതൊരു സംശയവും ഇല്ല. ഈ പറയുന്ന വേറെ ആരുമല്ല എന്ന് ഓർത്തോണം, കെ സുരേന്ദ്രനാണ്. അദ്ദേഹമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. നമുക്കറിയാം പത്തനംതിട്ട, മഞ്ചേശ്വരം, അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ വയനാട്, ഈ 3 മണ്ഡലങ്ങളിലും എതിരാളികളോട് അതിശക്തമായി പോരടിച്ചുകൊണ്ട് പരാജയപ്പെട്ട ഒരു നേതാവ്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിനെ പൂജ്യൻ എന്നാണ് വിളിക്കുക. സംപൂജ്യനായി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കായിരുന്നു അന്ന് വാർത്തകളൊക്കെ പലപ്പോഴും തലക്കെട്ട് കൊടുത്തിരുന്നത്. നിരവധി തവണ പല നേതാക്കന്മാരോടും മത്സരിച്ച് തഴക്കവും പഴക്കവുമുള്ള ഒരു നേതാവായി മാറിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു തോന്നലായിരിക്കാം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ചേലക്കരയിലും അതോടൊപ്പം തന്നെ പാലക്കാടും 2 മണ്ഡലങ്ങളിലും അതിശക്തമായ വിജയം നേടിയെടുക്കും BJP എന്നുള്ള കാര്യം. പുള്ളി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ മന്ത്രിസഭയുണ്ടല്ലോ, CPM-ൻ്റെ, അത് ഏറ്റവും അവസാനത്തേതാണ്. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ഇടതുപക്ഷ മന്ത്രിസഭയാണ് അല്ലെങ്കിൽ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയനിൽ തുടങ്ങി പിണറായി വിജയനിൽ അവസാനിക്കുന്ന സർക്കാർ. അങ്ങനെ ആക്കി തീർത്തത് ശക്തമായ പിണറായിസം. ഒരുപക്ഷെ അത് സത്യമായിരിക്കാം, അതിനെ നമുക്ക് വിശ്വസിക്കാം. ആ ഒരു നിലയിലേക്ക് പിണറായി വിജയനിൽ നിന്ന് പിണറായി വിജയനിൽ തന്നെ അവസാനിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഇനി വരാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ്. കാര്യം ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ടായ അല്ലെങ്കിൽ പോളിംഗിലുണ്ടായ നിരക്കിൻ്റെ കുറവ്, ഇത് തീർച്ചയായും പ്രതിധ്വനിക്കുന്നത് BJPയുടെ വളർച്ചയിലേക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, കെ സുരേന്ദ്രൻ പറയുന്നത്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് സാധൂകരിച്ച് തരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പോളിംഗിൽ കുറവുണ്ടായി. അപ്പം എന്തുകൊണ്ട് കുറവുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മുന്നണികളോടും, അതായത് UDF-നോടും LDF-നോടും ജനങ്ങൾക്ക് തോന്നിയ അവമതിപ്പാണ് ഈ രീതിയിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ഒരു 3ാം ബദലിന് വേണ്ടിയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടത്രേ. അങ്ങനെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല, എങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരാളെ അങ്ങനെ ആഗ്രഹിച്ച് അതിമോഹത്തോടു കൂടി വിജയിപ്പിച്ച് ചില ഡീലുകളൊക്കെ നടത്തി വിട്ട ഒരാൾ ഇന്ന് എന്താ കാണിക്കുന്നതെന്ന് നമുക്കറിയാം. ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടതാണ് വലിയ കാര്യത്തോടു കൂടി, ഇപ്പം ഏതാണ്ട് കെട്ടിമറിച്ച് ഇവിടെ കൊണ്ടുവരാമെന്ന്. എന്നിട്ട് അദ്ദേഹം എന്താ കാണിക്കുന്നത്? ഇതിന് മുൻപ് ഇവിടെ ഒരു സഹമന്ത്രി ഉണ്ടായിരുന്നല്ലോ, വി മുരളീധരൻ. എന്നിട്ട് വി മുരളീധരൻ എന്താ ചെയ്തത്? കേരളത്തിൻ്റെ പല പദ്ധതികളെയും തുരങ്കം വയ്ക്കാൻ വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങി ഇപ്പോൾ ഒടുവിൽ ഇലിഭ്യനായി മാറിയിരിക്കുന്ന ഒരാളായി വി മുരളീധരൻ മാറിയില്ലേ? ഇവിടുത്തെ ഇന്ധനവില വർധനവിനെ കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്നും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് രണ്ടുമല്ലാത്ത ഇപ്പം തന്നെ ജനങ്ങൾ കേന്ദ്രത്തിൽ ഭരണം കിട്ടിയ സമയത്ത് തന്നെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വൈരജീവിതത്തിൽ തന്നെ വിഘാതം സൃഷ്ടിക്കുന്ന ഈ ഒരു പാർട്ടിയെ കേരളത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരുമെന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആലോചിച്ചില്ല? ഇവിടെ വയനാട് ചൂരൽമലയിലുണ്ടായ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ കാണിച്ചത്? പച്ചമലയാളത്തിൽ ആ ഒരു വാക്ക് പറയും, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, സഭ്യമല്ലാത്തത് കൊണ്ട് അത് പറയുന്നില്ല. മുഖം തിരിഞ്ഞു നിൽക്കുന്ന നടപടിയല്ലേ കാണിച്ചത്? ശബരിമലയിൽ 2018 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിഷയം കത്തിച്ച് കൊണ്ടുപോയി ഇതിനെ രാഷ്ട്രീയ ലാക്കോടുകൂടി നോക്കിക്കണ്ടത് ആരാണ്? അത് ഈ പറയുന്ന BJP അല്ലേ? തുടർന്ന് 21 നടന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് കൊടകരയിൽ പണമിറക്കിയതാരാണ്? അതായത് ഒരു മണ്ഡലം പോലും കയ്യിലില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കൊടകര പോലെയുള്ള ഒരു സ്ഥലത്ത് കോടിക്കണക്കിന് രൂപയിൽ 40 കോടിയിലധികം രൂപ എങ്ങനെ വന്നിറങ്ങി? അതിന് കാരണക്കാരായിരുന്നു? അതും ഈ പറയുന്ന ഇതുവരെ ഒരു സീറ്റ് പോലും കിട്ടാത്ത BJP അല്ലേ? അപ്പോൾ ജനങ്ങളെ ഏത് തരത്തിൽ വിശ്വസിക്കണം? നിങ്ങൾ ഈ ഒരു 3ാം ബദൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പാലും പഴവും ഒഴുക്കിക്കൊണ്ടേയിരിക്കും നിരന്തരം എന്ന് എങ്ങനെ ചിന്തിക്കും? ഇത് നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഉള്ളുലഞ്ഞു പോയ ഒരു സംഭവമായിരുന്നു നമ്മുടെ ചൂരൽമല ഉരുൾപൊട്ടൽ. ആ ഉരുൾപൊട്ടലിൽ പ്രധാനമന്ത്രി ഇവിടെ വരികയും അവിടെ വന്നു നിന്നുകൊണ്ട് ജനങ്ങളുടെ കാണിച്ച അഭിനയത്തിനും പാവപ്പിടിച്ച ജനങ്ങൾ വിശ്വസിച്ചു പോയി ആ അഭിനയം കണ്ടിട്ട്.
ഇപ്പോൾ പ്രധാനമന്ത്രി അങ്ങോട്ട് ഡൽഹിയിൽ പറന്നിറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ ചൂരൽമല ഉരുളുപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്തോ അവിടുന്ന് കാച്ചിൽ പുഴുങ്ങി കൊടുത്തയക്കുമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിച്ചു പോയി. അവരെ പറ്റിച്ചു അക്ഷരാർത്ഥത്തിൽ. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറയുന്നു അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല, അതിൻ്റെ ക്രൈറ്റീരിയക്കുള്ളിൽ വരുന്നതല്ലത്രേ. എത്രയോ ജനങ്ങൾ, 400-ലധികം ആളുകളാണ് ഈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിക്കടിയിലേക്ക് പോയത്. നിരവധി പേർ അനാഥരാക്കപ്പെട്ടു. ജീവിതത്തിൽ ഒരാൾ പോലുമില്ല, അവർക്ക് പ്രതീക്ഷയോട് കൂടി ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും ബന്ധുക്കളില്ലാതെ പോയവർ എത്ര പേർ, ഒരു കുടുംബം തന്നെ ഒലിച്ചു പോയ എത്ര പേർ, ഒരു നഗരം തന്നെ, ഒരു നാട് തന്നെ ഇല്ലാതായതല്ലേ. അതിനെപ്പോലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന BJP സർക്കാരിൻ്റെ ഇരട്ടത്താപ്പിനെ എന്തും വില കൊടുത്തിട്ടാണ് നമ്മൾ അംഗീകരിക്കാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നാം ബദലിന് വേണ്ടി ജനങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതൊക്കെ അതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് മറ്റൊരു കാര്യം, ഇവിടുത്തെ വഖഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തുന്ന ഒരു വലിയ വിഷയം. അതുകൊണ്ട് തന്നെ ഈ വഖഫിൻ്റെ വിഷയം വന്നതോടുകൂടി ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗക്കാർ ഈ പറയുന്ന രണ്ട് മുന്നണികളോടും എതിർപ്പിലാണുള്ളത്. അപ്പോൾ അവർ വോട്ട് ചെയ്യാതെ മാറി നിന്നതും ഈ പറയുന്ന പോളിംഗ് നിരക്ക് കുറയുന്നതിന് കാരണമായി തീർന്നു. നമുക്കറിയാം ഈ അടുത്ത കാലം മുതൽ തന്നെ ഈ സമുദായങ്ങളോട്, ക്രിസ്ത്യൻ സമുദായത്തോട് ഈ BJP-ക്കാർ കാട്ടുന്ന ഒരു സ്നേഹമുണ്ട്. അത് നമുക്കറിയാം. അവിടെ ലൂർദ് മാതാവിന് അവിടെ കൊണ്ടുവന്ന് കിരീടം സമർപ്പിച്ചപ്പോൾ മുതൽ നമുക്ക് മനസ്സിലായ കാര്യമാണല്ലേ, അതിന് തൊട്ടു മുമ്പ് തന്നെ. എന്തിനവിടെ കിരീടം കൊടുത്തു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ വോട്ടുകൾ തങ്ങളിലേക്ക് പിടിച്ചു ചേർക്കാൻ, അല്ലെ ക്രിസ്ത്യൻ വോട്ടുകൾ BJP-യിലേക്ക് എത്തിക്കാൻ വേണ്ടി സുരേഷ് ഗോപി നടത്തിയ ഒരു നാടകം. സുരേഷ് ഗോപിൻ്റെ നാടകം കളിക്കുന്നതിന് BJP-ക്കാർക്ക് വലിയ മടിയൊന്നുമില്ലല്ലോ. ഏറ്റവും വലിയൊരു നടനാണല്ലോ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നത്, അത് നമുക്കറിയാം. അത് നമ്മൾ വയനാടുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് കാണുകയും ചെയ്തതാണ്. ആ നാടകം എത്രത്തോളം അതിഭീകരമായിരുന്നു എന്നുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും, 2-2.5 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പറ്റിച്ചുകൊണ്ട് അല്ലേ ഇവിടുന്ന് പ്രധാനമന്ത്രി കടന്നുപോയത്. അപ്പോൾ അതൊക്കെ നമ്മൾ പറയാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ അങ്ങനെ ലൂർദ് മാതാവിന് കിരീടവും കൊടുത്തുകൊണ്ടല്ലേ ഇവിടെ സുരേഷ് ഗോപി അധികാരത്തിൽ കയറിയത്, അല്ലെങ്കിൽ MP ആയി സ്ഥാനാരോഹണം ചെയ്തത്. ആ MP തന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് വരുന്നോ അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് മാധ്യമപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് കയറുന്ന സമീപനമല്ലേ ഇപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന MP കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ പറയുമ്പോൾ ഒരു മൂന്നാം ബദൽ വരുമ്പോൾ ഇവരുടെയൊക്കെ എത്രത്തോളം ധാർഷ്ട്യം ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും ജനങ്ങളും സഹിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഈ കൊടകര കാണുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിനോട് കാട്ടുന്ന ചില അനീതികളുണ്ട്. ഇപ്പം ശോഭാ സുരേന്ദ്രൻ തിരിച്ചിറക്കുന്ന ചില നമ്പറുകളുമുണ്ട്. അതാണല്ലോ തിരൂർ സതീഷ് എന്ന് പറയുന്ന ആൾ. കൊടകര കേസ് ഇപ്പോൾ കത്താൻ പ്രധാന കാരണക്കാരൻ തിരൂർ സതീഷാണല്ലോ. ആ തിരൂർ സതീഷിനെ ആരിളക്കി വിട്ടു എന്നുള്ള കാര്യവും ശോഭാ സുരേന്ദ്രന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അത് മാധ്യമങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തൽക്കാലം അത് പൊതിഞ്ഞു വയ്ക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പല വാക്കുകളിൽ നിന്ന് പോലും ഞാൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നൊരു സാധനം കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ പറയുന്ന പോലെ ഒരു മൂന്നാം ബദൽ വരുമ്പോൾ ഈ മൂന്നാം ബദലിന് വേണ്ടി തല്ലുകൂടാനും മുഖ്യമന്ത്രിയാകാനും ഇവിടെ എത്ര പേരുണ്ടെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ വരും, ശോഭാ സുരേന്ദ്രൻ ഉണ്ടെന്ന് ചോദിക്കും എനിക്ക് മുഖ്യമന്ത്രിയാകാൻ അയോഗ്യത വല്ലതും ഉണ്ടോ, എനിക്കങ്ങനെ യാതൊരു അയോഗ്യതയുമില്ല. അതോടൊപ്പം ഉടനെ അടുത്ത ആൾ വരും, മുരളീധരൻ പറയും ഞാൻ കുറേ കാലം കേന്ദ്രമന്ത്രിയായിരുന്ന എൻ്റെ പ്രാഗൽഭ്യം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനാണ് യോഗ്യൻ. അപ്പം അടുത്ത ആൾ വരും. അപ്പോൾ ഇങ്ങനെ കൃഷ്ണദാസ് വരും. അങ്ങനെ നിരവധി പേർ ഇതിനകത്തേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയതിന് ശേഷം ഒരു മൂന്നാം ബദലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതോട് പിണറായി വിജയനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ശക്തമായ തിരിച്ചടിയായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ മുന്നറിയിപ്പ് കൂടി സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സൂചന എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ മലമറിയാൻ പോകുന്നു. ഇവിടെ BJP ചേലക്കരയിൽ ജയിക്കുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ BJP ജയിച്ചു. എന്നിട്ട് വയനാട്ടിൽ എന്താ കാര്യം പറയാത്ത? നവ്യ ഹരിദാസിൻ്റെ കാര്യം എന്താ പറയാത്തെ? നവ്യ ഹരിദാസിനെ കുറിച്ചും പറയുന്നേ. നവ്യ ഹരിദാസ് ഇപ്പോൾ ഉടനെ പ്രിയങ്ക ഗാന്ധിക്കും സത്യം മൊകേരിക്കും ഒക്കെ എതിരെ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുമെന്ന് പറ. കാര്യം അത് പറയാനുള്ള ഒരുപക്ഷെ ചങ്കുറപ്പ് സുരേന്ദ്രൻ ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യം അവിടെ പോയി ഗണപതി വട്ടത്തിൻ്റെ പേര് പറഞ്ഞ് ഇളിഭ്യനായി ഒടുവിൽ അവിടെ നിന്ന് സമ്പൂജ്യനായി മടങ്ങേണ്ടി വന്ന ഒരു ഗതികേട് കൂടി ആർക്ക് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വാചാലനാവാൻ സാധ്യതയില്ല. എങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ അതും കൂടി ഇരിക്കട്ടെ എന്നുള്ള നിലയിൽ വയനാട്ടിൻ്റെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടതായിരുന്നു. അവിടെയും പോളിംഗ് കുറവാണ്. അപ്പോൾ അവിടെ പോളിംഗ് കുറവായതുകൊണ്ട് തന്നെ BJPക്ക് അനുകൂലമായ വോട്ടുകൾ അവിടെ വീണു എന്ന് പറയാനുള്ള ഒരു സാധ്യത അവിടെ തെളിയുന്നുണ്ട്.
അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും കെ സുരേന്ദ്രൻ്റെ ഇത്തരം കോമഡികൾ ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നവരെ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.